GVHSS ഞാറക്കൽ സ്കൂളിലെ HM ഉഷ PN വേണ്ടി സഹപ്രവർത്തകർ ഒരുക്കിയ യാത്രയപ്പും യാത്രാമംഗളങ്ങളും വളരെ ഭംഗിയായി നടന്നു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിബിരാജ് VS, PTA പ്രസിഡന്റ് പോൾ PC, VHSC പ്രിൻസിപ്പൽ ലിജിയ ജോസ്, SMSC ചെയർമാൻ ടിമിത്തോ, SMSC അംഗം ബെന്നി വർഗീസ്, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് തോമസ് K. സ്റ്റീഫൻ, നിഷ, റാണി, നീതു, ബിനിൽ, ജെസി എന്നിവരും യാത്രയപ്പിൽ പങ്കെടുത്തു. ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് അമ്പിളി KV, മറ്റു പ്രവർത്തകർ, PTA, MPTA, SMSC അംഗങ്ങൾ തുടങ്ങിയവർ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ഉഷ ടീച്ചർ ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി. ടീച്ചറുടെ അനുഭവ സമ്പത്ത്, സൗന്ദര്യബോധം, പ്രകൃതി സ്നേഹം, ഇതിൻ്റെ എല്ലാം ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഈ ഹാള്, അതിൻ്റെ മുമ്പിലുള്ള ചുവർചിത്രങ്ങൾ, സ്കൂളിൻ്റെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ മുമ്പിലുള്ള പൂന്തോട്ടം, അതിൻ്റെ പുറകുവശത്തുള്ള ഫലവൃക്ഷത്തോട്ടം, പച്ചക്കറിത്തോട്ടം എന്നിവ. ടീച്ചറിൻ്റെ ഈ അനുഭവ സമ്പത്ത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഉന്നതിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ടീച്ചറിന് ഇവിടെയുള്ള ഏതൊരു കുട്ടിയുടെയും നേരെ വളരെ ആർദ്രമായ ഒരു അമ്മ മനസ്സാണ്. ഓരോ കുട്ടിയെയും അയാളുടെ ജീവിത സാഹചര്യങ്ങളുമെല്ലാം ടീച്ചർക്ക് മനഃപ്പാഠമാണ്. ടീച്ചറിൻ്റെ ഈ പരിചയം, അനുഭവ സമ്പത്ത്, ടീച്ചറിൻ്റെ ഈ നാട്ടിലുള്ള വ്യക്തിപരമായിട്ടുള്ള പരിചയങ്ങൾ എല്ലാം നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഉന്നതിക്ക് ഇനിയും ഉതകുമെന്നുള്ള ഏറെ വിശ്വാസത്തോടെ ടീച്ചറിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഭാവി ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റിട്ടയർമെന്റ് ഫംഗ്ഷനുകളുണ്ടാവും. 56 വയസ്സ് കഴിഞ്ഞ ജീവനക്കാർ റിട്ടയറായി പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ഉഷ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനിവിടെ വരുന്നതിന് മുന്നേ തന്നെ ഉഷ ടീച്ചർ അറിയുന്നത് ടീച്ചർ BPO എന്ന നിലയ്ക്കാണ്. ടീച്ചറെ പ്രത്യേകിച്ചാണെങ്കിൽ എന്ത് കാര്യം പറഞ്ഞാലും അത് വളരെ തൻ്റെ ഇടത്തോടുകൂടി യാതൊരു വൈമനസ്യമില്ലാതെ ചെയ്യാനുള്ള ഒരു പ്രത്യേകതയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മളിവിടെ സയൻസ് ഫെയർ നടത്തി. ആ ഫെയർ നടത്തിയപ്പോൾ മറ്റുള്ള HMമാരെല്ലാം അതെടുക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് ഏറ്റെടുത്തു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളുടെ സ്കൂളിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നമുള്ള ഉഷ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. റിട്ടയർമെൻറ്റിന് ശേഷവും ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്യൂഷനൊക്കെ എടുക്കുന്നു. അപ്പം അങ്ങനെ എടുത്തിട്ട് ജീവിതത്തിൽ എന്നും നന്മകൾ മാത്രം. ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ടീച്ചർക്ക് എല്ലാ യാത്രാമംഗളങ്ങളും നേരുകയാണ്. ഒരുപാടൊന്നും പറയാനറിയില്ല. ടീച്ചറെ കുറിച്ച് 2 വാക്ക് പറയാം. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക തലത്തിലാണെങ്കിലും അതുപോലെ അക്കാഡമിക് തലങ്ങളിലാണെങ്കിലും ടീച്ചറിന്റെ സ്ഥാപനത്തോട് കാണിച്ച ആത്മാർത്ഥത, അത് നമുക്ക് എല്ലാവർക്കും അനുകരിക്കാൻ പറ്റിയ മാതൃകയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ സുബ്രാജ് സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു, എന്ത് കാര്യമാണെങ്കിലും അത് ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മൾ ടീച്ചറോട് പോയി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അയ്യോ അത് നടക്കുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷനെ ടീച്ചർക്കില്ല. ടീച്ചർക്ക് അതിൻ്റെതായ ഒരു നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഒരു തെളിഞ്ഞ നിലപാട് ടീച്ചർക്കുണ്ട്. അപ്പം അതെപ്പോഴും എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് നാളെ ടീച്ചർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എങ്കിലും ആ കിട്ടിയ മോട്ടിവേഷൻസ് എല്ലാം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തുടർന്ന് അങ്ങോട്ടുള്ള ടീച്ചറിൻ്റെ ജീവിതത്തിൽ, ടീച്ചർ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്ത നന്മകൾ ടീച്ചർക്ക് തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾക്ക് എല്ലാവർക്കും തന്നെ കുറച്ച് ദുഃഖം മനസ്സിലുണ്ടാവും. കാരണം ഈ ഒരായുസിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും അധ്യാപനത്തിലും അതുപോലെ സ്കൂളിൻ്റെ ഉന്നമനത്തിനും അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ട് ഈ 1 വർഷ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം നല്ലൊരു സാന്നിധ്യം സ്കൂളിന് ആവശ്യമായിരുന്നു. ഇപ്പോൾ അത് നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ്. ടീച്ചർക്കും
അതുപോലെ ടീച്ചറിൻ്റെ കുടുംബത്തിനും, അതുപോലെ ടീച്ചറിന് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് PTA, SMC, MPTA അംഗങ്ങളെ, സ്നേഹമുള്ളവരെ, 2020 ഉഷ ടീച്ചർ ഇവിടെ ചാർജ് എടുക്കുക. ആ വർഷം തന്നെയാണ് കോവിഡിൻ്റെ സമയമാണ്. നമുക്കറിയാം, ഞാൻ ഇവിടെ എൻ്റെ മകൾ ഇവിടെ അഡ്മിഷനായി ഞാനിവിടെ PTA പ്രസിഡന്റ് ആകുന്നത്. എന്തായാലും ഈ സ്കൂളിൻ്റെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത് ടീച്ചറാണ്. അത് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു VHCയുടെ ഒരു ബിൽഡിങ് ഇവിടെ ഉണ്ട്. പഴയ ബിൽഡിങ്ങാണ്. പണ്ട് അധികം പഴയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ബിൽഡിങ്ങുകൾ, സർക്കാർ ബിൽഡിങ്ങുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് കാലഘട്ടപ്പെട്ടതാണ്. അപ്പോൾ അത് പൊളിക്കേണ്ട സമയമായി. ആ സമയത്ത് അത് പൊളിക്കാനുള്ള ഒരു സാധ്യത വന്നു. അത് ലേലത്തിൽ കൊണ്ട് പൊളിച്ചു. അതിൽ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയത് ഈ നിങ്ങൾ ഈ കാണുന്ന ഇന്നിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് സിസ്റ്റം, അത് പൊളിക്കാനായിട്ട് കരാറെടുത്ത വ്യക്തി ഒരു 35,000 രൂപ ആ സ്കൂളിലേക്ക് തരികയാണ്. അപ്പോൾ ആ ഒരു പൈസ ഉപയോഗിച്ചിട്ടാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റേജ് ഇതേപോലെ ആക്കിയതും ടീച്ചറുടെ ഒറ്റ കഴിവാണെന്ന് ഞാൻ പറയും. ഞാർക്കപ്പള്ളിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ സ്റ്റേജ്, ഈ ഒരു ഓഡിറ്റോറിയം ഭംഗിയാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ച വ്യക്തിയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒരു സർക്കാർ സ്കൂളിന് വേണ്ടി, നമ്മുടെ ഞാറക്കൽ സ്കൂളിന് വേണ്ടി ഒരു വാഹനം ഓടിക്കുന്നു. ടീച്ചറുടെ കാലഘട്ടത്തിൽ തന്നെ അത് നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒത്തിരി പൈസ അധ്യാപകരടക്കം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തതും അത് തുടങ്ങാനായിട്ട് താല്പര്യം കാണിച്ചതും ടീച്ചർ തന്നെയാണ്. കാരണം പൈപ്പിക്കരയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സ്കൂളിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇവിടെ എത്തിച്ചേരുന്നത് ഒരു കടമ്പ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഇന്നും അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതുപോലൊരു വിടവാങ്ങൽ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ വിടവാങ്ങുന്ന യാത്രയാവുന്ന ടീച്ചർക്ക് അവരൊരു ഫാഷ് ധരിപ്പിച്ചിരിക്കുക. ഫാഷനറിയുള്ളൂ, ഇങ്ങനൊരു സൈഡായിട്ട് ക്ലോത്തിങ് ധരിച്ചിരിക്കുക. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് റിട്ടയേർഡ് ബട്ട് നോട്ട് ടയേർഡ്, റിട്ടയേർഡ് ബട്ട് നോട്ട് ടയേർഡ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ ചിന്തിച്ചു, ഇവിടെ നിന്ന് വന്നിട്ട് ഉഷ ടീച്ചർക്ക് ഒരു ഫാഷൻ ടീച്ചറാണ്. പക്ഷെ പിന്നീട് എനിക്ക് കിട്ടിയ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചറിൻ്റെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ ഒരു ബോർഡ് വെക്കുന്നത്, റിട്ടയേർഡ് ബട്ട് നോട്ട് ടയേർഡ്. നമ്മളെപ്പോഴും പറഞ്ഞു വെക്കുന്നത് പോലെ കാലത്തിൻ്റെ തികവിൽ ചിലതൊക്കെ സംഭവിക്കണം. 56 വയസ്സ് തികഞ്ഞു. പൊഴിയേണ്ട സമയത്ത് ആ ഇല ഇവിടെ നടന്നു മാറിയാലേ പറ്റുകയില്ല. അങ്ങനെ ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിൽ വിരമിക്കുന്നു, നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്നു. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് ആശ്വാസത്തിൽ നിന്ന് ഇതൊരു സന്തോഷത്തെ നിമിഷമാക്കി മാറ്റാം, സന്തോഷകരമായ ജീവിതം ആശംസിച്ചുകൊണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും കാണുന്നത് അങ്ങനെയൊന്നുമല്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നഷ്ടപ്പെടുത്തി തന്നെയാണ് പോകുന്നത്. 2 വർഷം മുമ്പ് എങ്ങനെ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ടീച്ചർ ടാലന്റ്, ഇപ്പോഴത്തെ ടാലന്റ് പബ്ലിക് സ്കൂള് അന്നത്തെ പാരലൽ കോളേജാണ്. ഇപ്പോൾ പ്രീ-ഡിഗ്രിക്ക് മാത്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടീച്ചർ അവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാനുണ്ട്, എൻ്റെ ചേച്ചി ഇപ്പം ചേർത്തിയായിട്ടുള്ള എൻ്റെ ചേച്ചി നിഷ ടീച്ചർ അവിടെ ഒരേ ബാച്ചല്ല, 1 വർഷത്തെ വ്യത്യാസമുണ്ട് പഠിക്കുന്നത്. അന്ന് മുതലുള്ള പരിചയമാണ്. അപ്പൊ പ്രായം തമ്മിൽ ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ച് വ്യത്യാസമുള്ളൂ. അപ്പൊ ഒരു സ്നേഹിതയെ പോലെ, ഒരു കൂട്ടുകാരിയെ പോലെ, ട്യൂഷൻ ടീച്ചർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ പോലെ അവിടെ കലാപരിപാടികളിലൊക്കെ പങ്കെടുത്ത് ഇവിടത്തെക്കാളുമെല്ലാം ആഘോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു ഫാമിലി പോലെ നടത്താൻ കാലത്ത്. അപ്പൊ അത് ഇപ്പോഴും ഓർത്തെടുക്കുമ്പോ അതിന്റെ ഓളം ഇപ്പോഴും അറിയത്തില്ല. പിന്നെ ടീച്ചർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനും കല്യാണം കഴിഞ്ഞു, ഒരേ നാട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ കാണുന്നത് ഞാൻ ചേളാരി മലപ്പുറത്ത് ട്രാൻസ്ഫർ ആയി പോയി. തിരിച്ചു വരുമ്പോഴാ ബസ്സിൽ തിരിച്ചു വരുമ്പോ പോയി വരായിരുന്നു. തിരിച്ചു വരുമ്പോ മിക്കവാറും ഗുരുവായൂരിന്ന് ബസ്സിൽ കയറുമ്പോ ടീച്ചറുണ്ടാവും.
ടീച്ചർ മലപ്പുറത്ത് ജോലി ചെയ്യുക. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, എനിക്ക് പിന്നെ ആരെങ്കിലും കിട്ടിയാൽ മതി. പിന്നെ കഥ പറച്ചിലായി. അങ്ങനെ കുറേ നാള്, അങ്ങനെ കുറച്ച് നാള് നമ്മൾ മിക്കവാറും അവിടെ ഗുരുവായൂരെത്തുമ്പോൾ ടീച്ചറിനെ ഞാൻ നോക്കും, ടീച്ചറുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ രസമാണ്. വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ ഗുരുനാഥയോടൊപ്പം എനിക്ക് ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ടാലന്റില് 94-93 ട്യൂഷനായിട്ട് വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് TTCക്ക് പോയി സെക്കൻഡ് ഇയർ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ടീച്ചറെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ടീച്ചറാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ജസ്റ്റ് ടീച്ചർ പറഞ്ഞു ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതശാസ്ത്ര അധ്യാപികയെന്ന് പറഞ്ഞു. ആ ഗണിതശാസ്ത്രത്തിലേക്കുള്ള വഴി തെളിച്ച 2-3 പേരിൽ ഒരാളാണ് പ്രിയപ്പെട്ട ടീച്ചർ എന്ന് അഭിമാനപൂർവ്വം തന്നെ പറയുകയാണ്. കാരണം ഒരു വിഷയത്തോട് നമുക്കൊരു ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ അത് പഠിപ്പിക്കുന്ന അധ്യാപകരിലൂടെ തന്നെയാണ്. ഹൈസ്കൂളിൽ പഠിപ്പിച്ച ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ കോളേജുകളിലൊക്കെ നമുക്ക് അങ്ങനെ അക്കാലത്ത്, ഇന്നത്തെ പോലെയല്ല, അക്കാലത്ത് നമുക്ക് വഴികാട്ടിയാകാൻ വേണ്ട PDC സമയത്തൊക്കെ വഴികാട്ടിയാകാൻ വേണ്ട അധ്യാപകരുടെ എണ്ണം വിരലിൽ ഉണ്ടാവുന്നതേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും ഒരു പഠിപ്പിക്കുന്ന രീതി, അതുപോലെ നമ്മളോടുള്ള പെരുമാറ്റം എല്ലാം കൊണ്ടും കെമിസ്ട്രി വേണോ മാത്സ് വേണോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് മാത്സിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച വ്യക്തികളിൽ ഒരാളാണ് പുഷ്ടി. അതിനാദ്യം പറഞ്ഞു, എൻ്റെ വൈഫ് ഒരു ജോലി ആവശ്യമായിരുന്ന സമയത്ത് ടീച്ചറാണ് ഇവരൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തത്. ടീച്ചറാണ് എന്നെ വിളിച്ച് അറിയിക്കുന്നത്, ഇന്ന സ്ഥലത്തൊരു വേക്കൻസി ഉണ്ട്, ഇപ്പോൾ അപ്ലൈ ചെയ്യും. ടീച്ചർ തന്നെയാണ് അത് കിട്ടുന്നതിന് വേണ്ട മുൻകൈ എടുത്ത് എല്ലാ രീതിയിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2016 മുതൽ 2022 വരെ ഇവിടെ വർക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം നമുക്ക് ഒരു മേലധികാരി എന്ന നിലയിലല്ല ടീച്ചർ പെരുമാറിയിട്ടുള്ളത്, ഒരു മകനോടെന്നുള്ള പോലെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കാണ് ഇവിടെ സ്കൂള് റീഓപ്പൺ ചെയ്ത്. ഒരു നവംബറിലാണ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ വന്നു. ഇവിടെ വന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അവിടെ ഇരുന്ന് വന്ന് ഇവിടെ വന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ കയറി വന്ന് പറയുന്നത്. ടീച്ചറിന്റെ ഒരു സെന്റ് ഓഫ് ഫംഗ്ഷനിൽ സംസാരിച്ചില്ലാന്നുണ്ടെങ്കിൽ അതൊരു ശരിക്കും ഒരു നഷ്ടമായിരിക്കുമല്ലോ. നമ്മുടെ തോമസ് സാർ പറഞ്ഞ പോലെ ഡോസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ശരിക്കും കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ടീച്ചർ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ട് അതിനുശേഷം ടീച്ചർ പറയും, അതായത് ന്യൂ അപ്പോയിന്റ്മെന്റ് ആണ്, അപ്പൊ ഇനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴേ ഈ ഒരു രീതിയിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും മുന്നോട്ടുള്ള ലൈഫിൽ ഇനിയും ഒരുപാട് കടന്നു പോകാനായിട്ടുണ്ട്. ഓരോ ചാർട്ടുകൾ എത്തിക്കുമ്പോഴും ടീച്ചർ പറയുന്നതാണ്, നിങ്ങൾ ഇനിയും പ്രവർത്തിക്കാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് അതില് കൂടുതൽ മികവുറ്റതാവണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ. ആദ്യം നമുക്ക് ഭയങ്കര വിഷമമാവും. സംസാരിക്കാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്, നമ്മളുടെ ചില ടീച്ചർമാരോടൊക്കെ പറയുന്നത്, ചില കുട്ടികൾ എന്നോട് പറയുന്നത്, ഞാൻ ചില ആഴ്ചകളൊക്കെ ചോദിക്കാറുണ്ട്, ഒരു മാസത്തിലൊക്കെ ആഴ്ചയുണ്ട്, ചില പിള്ളേരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ പറയാറില്ല. പിന്നെ ഒരു കൊല്ലത്തിൽ എത്ര മാസങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ പിള്ളേരോട് ചോദിക്കും. അത് 6ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് പിള്ളേരോടൊക്കെ ഞാൻ ചോദിക്കണം. അപ്പോൾ കുട്ടികൾ എന്നോട് ഏതാനും 2 പിള്ളേരൊക്കെ പറയും, ഭൂരിഭാഗം പിള്ളേരും പറയാറില്ല. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളോടാണ് ഞാൻ ചോദിക്കുന്നത്, ഒന്നും പറയാറില്ല. ഈ ടീച്ചർമാർ പിന്നെ നമ്മളുടെ സ്കൂൾ വണ്ടിയിൽ കയറുന്ന, ഞാൻ സ്കൂൾ ബസ് തന്നെയാണ്, സ്കൂൾ വണ്ടിയിൽ കയറുന്ന കുട്ടികൾ ഈ വരുന്ന
ഇതെല്ലാം കുട്ടികൾക്കും അറിയാൻ പാടില്ല. ഈ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് കൊണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് സ്റ്റേജിലൊന്നും വലിയ പരിചയമില്ല. കോവിഡ് രൂക്ഷമായ സമയത്താണ് ഉഷ ടീച്ചർ ഇവിടുത്തെ പ്രധാന അധ്യാപികയായി ചാർജ്. അന്ന് മുതൽ ആ 2 വർഷം വളരെ പ്രതിസന്ധിയുള്ള കൊള്ളാം പരിപാടി. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഇങ്ങനെ പൊക്കി പൊക്കി പറയണം കേൾക്കണം നല്ല ഇഷ്ടമുള്ള എന്തായാലും കൊള്ളാം. അപ്പോൾ ഈ 56 വയസ്സിൽ പിരിയുമ്പോഴും നല്ല വാക്കുകൾ കേട്ടാണ് എല്ലാവരും പിരിയാന്നറിയാം. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ചില വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി കാണും. അങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ രൂപകൂട്ടിലൊന്നുമല്ല ഇരിക്കുന്നത്. അപ്പം എന്തായാലും അത് ഉണ്ടാക്കി കാണും. പക്ഷേ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ഗുണമായിട്ട്, എല്ലാവരും ഇപ്പോൾ പലതും പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു ഗുണമായിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പറഞ്ഞ ഒരാൾ കരഞ്ഞാൽ പോലും ആ സെക്കൻഡിൽ ഞാനത് മറക്കും. എന്നുവെച്ചാൽ ഞാൻ അടുത്ത ദിവസം അതുപോലെ എങ്ങനെയായിരുന്നു ഇന്നലെ അതുപോലെ തന്നെ സംസാരിക്കും. അപ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് അത് തോന്നിയെന്നുള്ളത് ആ സമയത്ത്, അതായത് ആ അവസരത്തിൽ ഞാൻ പറയേണ്ടതായിരിക്കും ഞാൻ പറയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ സാധാരണ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ എനിക്കൊരു സന്തോഷമുണ്ട് എൻ്റെ കാര്യത്തിൽ. കാരണം വെറുപ്പ് ഇനി അവരത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മുമ്പൊരു കഥ കേട്ടിട്ടുണ്ടാവും. ഒരു 2 സന്യാസിമാർ ബുദ്ധഭിക്ഷുക്കളോ അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഒരു ഉരുണ്ട പാലം കയറുമ്പോൾ ഒരു പെൺകുട്ടി അത് വീഴുമെന്നായപ്പോൾ ഒരു യുവ സന്യാസി അതിനെ പിടിച്ച് പൊക്കി കയറ്റി. പക്ഷെ അടുത്ത 2 പേർക്കും അവർ കുറച്ച് നടന്നപ്പോഴും അവർ ചോദിക്കുകയാണ്, എന്നാലും ചെയ്തത് ഇങ്ങനെയാണല്ലോ, നമുക്കത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ മറ്റേ യുവഭിക്ഷു പറഞ്ഞതാണ്, അത് ശരി, ഞാൻ ആ യുവതിയെ അവിടെ വെച്ച് ഇറക്കി വിട്ടു, പക്ഷേ നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എനിക്കും കിട്ടിയ എല്ലാ ആശംസകൾക്കും നല്ല വാക്കുകൾക്കൊക്കെ നന്ദി പറയുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടെന്നുള്ളതിനേക്കാൾ വളരെ ദുരിതങ്ങൾ എന്നാണ് പറയേണ്ടത് അനുഭവിച്ചാണ് ഞാൻ വന്നത്. പെൺകുട്ടികൾ മാത്രം, സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബം, നമുക്കൊരു ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജോലി കിട്ടുമെന്ന് പഠിക്കുന്നുണ്ടെങ്കിലും ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനൊരു കാരണമായിട്ട്, അതായത് ഈ ടീച്ചറാണ് നമുക്കിഷ്ടം. അപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ എബി എന്ന് പറഞ്ഞ ഇവിടെ ഈ സെൻറ്റ് മേരീസിലെ ടീച്ചറിൻ്റെ മോനെ ഡിഗ്രിക്ക് പഠിപ്പിച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ സ്കൂളുകളിൽ പൈസ കൊടുക്കുന്നതും അന്ന് നമ്മൾ BEd കഴിഞ്ഞിറങ്ങുന്ന കുട്ടിയെ, അതായത് ടീച്ചറിനെ കയറ്റാൻ അമ്മയോ അമ്മായിയോ ആരെങ്കിലുമൊക്കെ ലീവ് എടുക്കും. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഈ എബി ഡിഗ്രിക്ക് പഠിക്കുന്ന എബി, ഞാൻ MSc BEd എബി ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോഴാണ് അന്ന് ഞാൻ ഉറപ്പിച്ച് എനിക്ക് ജോലി കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ കിട്ടുന്നത്. അപ്പോൾ BEd കഴിഞ്ഞ് വന്നപ്പോഴാണ് ടാലൻറ്റിൽ ഒരു 300 രൂപയാണ് നമുക്ക് കിട്ടുന്ന ശമ്പളം. പക്ഷേ അന്ന് ആസ്വദിച്ച ജീവിതം, ഇപ്പോൾ കുട്ടികളായ അവർ പറഞ്ഞല്ലോ, ആ കുട്ടികൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും
ഇപ്പോൾ എൻ്റെ ഒപ്പം ഇന്ന് റിട്ടയർ ചെയ്യുന്നത് ജോജോ സാറ് എന്താണ് വല്ലാർപാടം സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്യുന്നത്. അവരൊക്കെ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇന്നലെ വന്ന ഷാജ് സാറ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഞങ്ങൾ മത്സരിച്ച് പഠിപ്പിക്കും. അവിടെ ടാലൻറ്റിലെ സാറ് കലാം സാർ പറയും, തോറ്റാൽ ഒരു കുട്ടി തോറ്റാൽ നിങ്ങൾ പൈസ തരണം, 300 രൂപയാണ് നമുക്ക് കിട്ടണം. എന്നിട്ട് ഒരു കുട്ടി തോറ്റാൽ ആ കുട്ടിയുടെ ഫീസ് തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. പേടിപ്പിച്ചു. പക്ഷെ പേടിയൊന്നുമല്ലല്ലോ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സന്തോഷത്തോടെ അന്ന് ഞാൻ ആ കാലം 27-26 വയസ്സ് വരെ അവിടെ നല്ല സുന്ദരമായിട്ട് ജീവിക്കും. എനിക്കൊരാഗ്രഹം എന്ന രീതിയിൽ തന്നെ ഞാനിപ്പോൾ കയറി നിൽക്കുന്നത്. ഞാൻ 22ാമത്തെ വർഷത്തിലേക്ക് കയറിയിരിക്കുകയാണ്. സർവീസിൽ കയറിയിട്ട് ഒത്തിരിയേറെ മേലധികാരികളുടെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓർത്ത് നോക്കുമ്പോൾ എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ടീച്ചറുടേത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.